ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു നെയ്മീനെ കണ്ടിച്ചത് കറിയും വെച്ച് വറുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ വറുക്കാനാണെങ്കിൽ ഇത് ഇലയിൽ വാട്ടി വെച്ചേക്കുവാണ്. ഇത് വാഴയിലയാണ്. വാഴയിലക്കകത്ത് വാഴയിലിങ്ങനെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടിയും ഈ മീനകത്ത് ഇടുന്ന സാധനങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് നമ്മൾ ഈ ഇലക്കകത്ത് വെച്ചൊന്ന് പകുതി വേവാക്കിയിട്ട് എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിനകത്തുനിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വറുക്കാനിട്ടേക്കാണ്. എന്നാൽ നമ്മളൊരു മീൻ കറി ആക്കാവുന്ന മീൻ കറിയും വറുക്കുകയും കൂടെ ചെയ്യാം. അതുപോലെ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് പിന്നെ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം വേവും കേട്ടോ, എളുപ്പം വേവും. പിന്നെ പെട്ടെന്ന് മൊഴി പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാക്കി അലങ്കരിച്ചൊക്കെ എടുക്കും. ഇതാണ് നമ്മൾ കറി വെക്കാൻ വെച്ചേക്കുന്ന മീൻ. എന്നിട്ട് അതിന് വേണ്ടുന്ന അരപ്പുകൾ പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഇതെല്ലാം കൂടി. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉലുവ, കുരുമുളക് ഇത്രയും കൂടി നമ്മൾ അനത്തിയിട്ട് അരച്ചതാണത്. ഇത്രയും കൂടെ അരച്ചതാണ്. അരച്ച ആ ഒരു ഗ്രേവിയാണ് ഇതിൽ ഒഴിച്ചേക്കുന്നത്. ഒഴിച്ചിട്ട് നമ്മളത് തിളച്ചപ്പോൾ നമ്മളിങ്ങനെ വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കണ്ട് കുടംപുളിയെന്നോ ഇവിടെ നമ്മുടെ കൊല്ലത്തൊക്കെ കുടംപുളി എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് അതൊരു 3-4 കഷ്ണം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ മീനിട്ട് കൊടുക്കാം. ഈ മീനാണെങ്കിൽ നല്ല കഷ്ണമായിട്ട് നമുക്ക് കിട്ടിയതാണ്. നമ്മളത് ഒന്നുകൂടി മുറിച്ച് ചെറുതാക്കിയിട്ടാണ് കുറച്ച് വറുക്കാനും വെച്ച്. നല്ല മീനാണ്. നമുക്ക് വലിയ ജോലിയില്ല. ഇങ്ങനെ അവർ മുറിച്ച് തരുന്നതുകൊണ്ട് മുറിച്ച് തന്നത് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് ഒരിച്ചിരി വിനാഗിരിയിലിട്ട് നമ്മൾ കഴിക്കാൻ എല്ലാം നീറ്റാക്കാൻ വേണ്ടിയാണ് വിനാഗിരി ഒഴിക്കുന്നത്. അപ്പോൾ വിനാഗിരിയിൽ നമ്മൾ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടാണ് ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഞാൻ പച്ചക്കറി എല്ലാം കഴുകാനെടുക്കുന്നതും ഒക്കെ ഇത് നമുക്ക് വറുത്ത് എടുക്കാം. ഇത് നമ്മുടെ കറികളിൽ ഇതൊക്കെയാണ്. ഇതൊരു പിന്നെ ഇത് ചേന, കായ, ഉരുളക്കിഴങ്ങ് ഇത്രയും കൂടെ നമ്മൾ ഒരു കുറുക്ക് പോലെ വെച്ചേക്കുന്ന ഒരു കറിയാണ്. പിന്നെ മീൻ കറിയും കൂടെ ഉണ്ട്. നമുക്ക് വെക്കാം. നമ്മുടെ ഈ മീൻ കറി കുറച്ചൊന്ന് തിളയ്ക്കണേ. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു ഇതൊന്ന് ഇറങ്ങും. നമുക്കൊരുവിധം ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ബറോറാന്നായി കഴിഞ്ഞാൽ അത് ഒരു സുഖം ഉണ്ടാകത്തില്ല കഴിച്ചിട്ട്. ഇങ്ങനെ ഒരു സോഫ്റ്റായിട്ടിരിക്കണം. ഇത്തിരി നേരം കൂടെ ഒന്ന് കിടന്നാൽ മതി, അത് ആവും. നമുക്കിത് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വൃത്തിയായിട്ട് കഴുകി വരി വെച്ചേക്കണം. നമ്മളിതിൽ പച്ചമുളകും എല്ലാം അരച്ച് ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഗ്രേവി നല്ല കുറുക്കിയ ഗ്രേവി ആയിരിക്കും. നമുക്കിത് നാളെ മറ്റന്നാളൊക്കെ നമുക്ക് തിളപ്പിച്ചത് ഇപ്പോൾ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. നമ്മൾ തേങ്ങ ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിളപ്പിച്ചത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ആദ്യം വെച്ച് വെള്ളം കൂട്ടി വെച്ചാൽ മതി. ആദ്യം വെച്ച് വെള്ളം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ആകുമ്പോൾ അത് കുറുകി വരും. ഇന്നിപ്പോൾ രാത്രി നമ്മൾ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. ഒന്നുകൂടെ തിളപ്പിച്ച് നമ്മളങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ആകുമ്പോഴും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ കൂടി എടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് കുറച്ച് ഒന്ന് വെന്ത് വരണം. നമ്മുടെ മീൻ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വറുത്ത മീനിവിടെ റെഡി ആയിട്ടുണ്ട്. പോലെ ആയിട്ടുണ്ട് വറുത്ത. അപ്പോൾ ഈ മീൻ കറി ആണെങ്കിൽ കുറച്ച് നേരം കൂടെ മതി. കുറച്ച് നേരം കൂടെ ആകുമ്പോൾ ഇത് നല്ല കുറുവി വരും. നമ്മൾ ലാസ്റ്റ് കുറുവി വരുമ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളൊരിച്ചിരി ചൂടാക്കിയ വെളിച്ചെണ്ണയിൽ ഒരിച്ചിരി എന്താ ഒരു വറ്റൽമുളകുണ്ടല്ലോ, ഒരു നല്ല ചുവപ്പ് നിറമുള്ള ആ ഒരു വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ്. നല്ല കളറും കിട്ടും. നമുക്കങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഇച്ചിരി കാലത്ത് ഇച്ചിരി കാപ്പിയൊക്കെ കുടിക്കുന്ന ഒരു സമയമാണ് വെറും കാപ്പി. നമ്മൾ കാപ്പിപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി കാപ്പിയാവും. നമുക്ക് ഇടയ്ക്കൊരു കാപ്പിയൊക്കെ കുടിച്ചാൽ ഒരു ഉന്മേഷമൊക്കെ ആവും. നമ്മുടെ മീനൊക്കെ ശരിയാവാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ മറ്റേ
ഈ എരിയില്ലാത്ത മുളക് ഇട്ടിട്ടേ, മുളക് പൊടി ഇട്ടിട്ട് ഇതിലേക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനതിപ്പോൾ കാണിച്ചു തരാം. നല്ല എരിയില്ലാത്ത മുളക് പൊടി എണ്ണയിലോട്ടൊന്ന് ഇട്ട് ഒന്ന് അനക്കണേ. ഒന്ന് അനക്കിയിട്ട് നമ്മുടെ മീൻ കറിയിലോട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മീൻ കറിക്ക് ടേസ്റ്റും ഉണ്ട്, നല്ല കളറാണ് മീൻ കറിക്കുണ്ട്, നല്ല കളറാണ്. ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടു. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഇതാണ്. എരിയില്ലാത്ത മുളക് പൊടിയാണ്, ഇപ്പം കുഴപ്പമില്ല. ഭയങ്കര എരിവൊന്നും വരത്തില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം ഇവിടെ കിടന്ന് കഴിയുമ്പോൾ അത് നല്ലൊരു ഇത് വരും. അടിപൊളി ഒരു മീൻ കറിയും അതിൻ്റെ വറുത്തതുമാണ് ഞാൻ ഇവിടെ കാണിച്ചപ്പോൾ. എല്ലാവരും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണേ. മീൻ കറിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു പ്രത്യേക ടേസ്റ്റിലുള്ള ഒരു മീൻ കറിയാണ്. ഇതെല്ലാം കൂടെ ഞാൻ നേരത്തെ ഇത് എല്ലാം കൂടെ അരച്ച് ചേർക്കുന്നതല്ല കാണിച്ചിട്ടുള്ളത്. വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ വഴറ്റിയിട്ട് നമ്മൾ പൊടിയിട്ട്, എന്നിട്ട് അതിലേക്ക് നമ്മൾ പുളി ഈ പുളി ഇട്ട് കൊടുത്ത്, ഈ പുളി വേണ്ടാത്തവർക്ക് ഇതെടുത്ത് കളയാൻ പറ്റും. പിന്നെ ഇത് കഴിയുമ്പോൾ ഒരുപാട് പുളി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതങ്ങ് എടുത്ത് കളയാം. അല്ലെങ്കിൽ പിന്നെ അത് കിടന്ന് പുളി കൂടും. പക്ഷെ നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് ഈ കുടംപുളി, ഏറ്റവും നല്ല. അത് കിടന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നല്ലതാണത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. എല്ലാവരും നോക്കണേ. താങ്ക് യു.